നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിലും കാറ്റിലും മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. മാങ്കുറ്റിപ്പാടം ശാന്തി നഗറിൽ മിന്നൽ ചുഴലി. അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിട്ടും മണലിപ്പുഴയിൽ പുലക്കാട്ടുകര ഷട്ടറുകൾ തുറക്കാൻ വേണ്ട നടപടി ഇറിഗേഷൻ വകുപ്പ് സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം. പുതുക്കാട് സർവീസ് റോഡിൽ അപകട ഭീഷണിയായി പരസ്യബോർഡ്. കൂറ്റൻ പരസ്യബോർഡ് വൈദ്യുതി ലൈനിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നു. കുറുമാലിപ്പുഴയിലെ കുണ്ടുക്കടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു. പാലം പണിയുടെ ഭാഗമായി പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു. അളഗപ്പ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഓഫീസ്, ലീഡർ K കരുണാകരൻ സ്മാരക മന്ദിരം, KP വിശ്വനാഥൻ സ്മാരക ഹാൾ, അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കുമായി സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വെണ്ടൂരിൽ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ പരക്കെ മരങ്ങൾ വീണ് വീടുകൾക്ക് ഭാഗികമായി നാശം സംഭവിച്ചു. ചിലയിടങ്ങളിൽ റോഡുകൾക്ക് കുറുകെ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായി. വെള്ളിക്കുളങ്ങര കൊടുങ്ങയിൽ ചെറിയ റപ്പായുടെ വീടിന് മുകളിലേക്ക് മരം വീണ് ട്രസ് തകർന്നു. ഈ പ്രദേശത്ത് നിരവധി ഫലവൃക്ഷങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. കോടാലി മോനടി റോഡിൽ കടമ്പോട് ഭാഗത്ത് സ്വകാര്യ പറമ്പിൽ നിന്നിരുന്ന മരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീണതിനെ തുടർന്ന് 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കടമ്പോട് തൈപ്പറമ്പിൽ വിനുവിന്റെ വീട്ടുമതിൽ മരം വീണ് തകർന്നു. കടമ്പോട് സ്കൂളിന് സമീപം കൂടപ്പുഴ വിനീഷിന്റെ വീടിന് മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീഴുന്നതിനെ തുടർന്ന് വീടിന് ഭാഗികമായി കേടുപറ്റി. ചെട്ടിച്ചാൽ മാരിയമ്മൻ കോവിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. KSEB വെള്ളിക്കുളങ്ങര സെഷൻ കീഴിലെ വിവിധ പ്രദേശങ്ങളിലായി നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ഇതുമൂലം വൈദ്യുതി വിതരണം പരക്കെ തടസ്സപ്പെട്ട നിലയിലാണ്. KSEB വെള്ളിക്കുളങ്ങര സെഷൻ കീഴിലെ വിവിധ പ്രദേശങ്ങളിലായി നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞതോടെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിരുന്നു. മിന്നൽ ചുഴലിയിൽ മറ്റത്തൂർ പഞ്ചായത്ത് മാങ്കുറ്റിപ്പാടം ശാന്തി നഗറിൽ വ്യാപക നാശനഷ്ടം. കോപ്ലി ജിൻഡോയുടെ വീടിന് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. കാരണത്ത് കിഷോർ, പൂനിലാർക്കാവിൽ മാധവൻ, കാട്ടുങ്ങൽ ശിവരാജൻ, ഇഞ്ചക്കുഴി എൽദോസ്, കൃഷ്ണകുമാർ എന്നിവരുടെ കൃഷിക്ക് നാശനഷ്ടങ്ങളുണ്ടായി. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ തെങ്ങ്, മാവ്, പ്ലാവ്, ജാതി, തേക്ക് തുടങ്ങിയ മരങ്ങൾ കടപുഴകി വീണു. മരം വീണ് 4 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിലെ വൈദ്യുതി കേബിൾ ശൃംഖല തകരാറിലായി. അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിട്ടും മണലിപ്പുഴയിൽ പുലക്കാട്ടുകര ഷട്ടറുകൾ തുറക്കാൻ വേണ്ട നടപടി ഇറിഗേഷൻ വകുപ്പ് സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപം. പുലക്കാട്ടുകര തൃക്കൂർ പ്രദേശങ്ങളിൽ വ്യാപകമായി വെള്ളക്കെട്ടുണ്ടായി. പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ വെള്ളക്കെട്ടിലായതോടെ കർഷകരും പ്രതിഷേധത്തിലാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 ഷട്ടറുകൾ മാത്രമാണ് തുറന്നത്. കനത്ത മഴയുണ്ടായിട്ടും ഇറിഗേഷൻ കൃത്യമായി ഷട്ടർ തുറന്നുവിട്ടില്ലെന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിട്ടും സമയബന്ധിതമായ മുന്നൊരുക്കം ഇറിഗേഷൻ സ്വീകരിച്ചില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. വെള്ളം തുറക്കാൻ ഇവിടെ ആളില്ല, തുറക്കണില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വെള്ളം നിറഞ്ഞ് ഞങ്ങളുടെ വാഴയൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള സ്ഥിരം പതിവാണ്. തുറക്കാൻ ആളില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ്. വേനൽക്കാലത്ത് 2-2.5 ലക്ഷം ഇവിടെ കൊള്ളി നശിപ്പിച്ചു. ഇതിപ്പോ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ആരും ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പൊ വെള്ളം കൂടി കയറുന്നത് കണ്ടപ്പോ ഞങ്ങൾ ഇവരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരാളും ഫോൺ എടുക്കില്ല. ഒരാൾക്കും ഉത്തരവാദിത്തമില്ല. തിങ്കളാഴ്ചയും അതിശക്തമായ മഴയെത്തിയതോടെ വലിയ തോതിലാണ് വെള്ളം എത്തിയത്. ഇതോടെ തൃക്കൂർ പുലക്കാട്ടുകര മേഖല വെള്ളക്കെട്ടിലായി. പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് 2 ഷട്ടറുകൾ കൂടി തിങ്കളാഴ്ച ഉച്ചയോടെ തുറന്നു. സമയോചിതമായി നടപടി സ്വീകരിക്കുവാൻ ഇറിഗേഷൻ വകുപ്പ് വൈകിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് വിവരം അറിയിച്ചിട്ടും നടപടിയെടുക്കാൻ വൈകിയെന്നും പഞ്ചായത്ത് അംഗം അനൂപനങ്കൂടൻ പറഞ്ഞു.
പുതുക്കാട് സർവീസ് റോഡിൽ അപകട ഭീഷണിയായി പരസ്യ ബോർഡ്. ഏതു നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയിലാണ് നിലവിൽ പരസ്യ ബോർഡുള്ളത്. കൂടാതെ വൈദ്യുത ലൈനിലേക്കും ചെരിഞ്ഞു നിൽക്കുകയാണ്. ശക്തമായ മഴയും കാറ്റും ഉള്ളതിനാൽ അപകട ഭീതിയിലാണ് യാത്രക്കാർ ഇതുവഴി കടന്നു പോകുന്നത്. ലൈനിലേക്ക് മറിഞ്ഞ പരസ്യ ബോർഡ് മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. കുറുമാലിപ്പുഴയിലെ കുണ്ടുക്കടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു. പാലം പണിയുടെ ഭാഗമായി പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ പുഴ കരകവിഞ്ഞൊഴുകുന്നതാണ് പുഴയോരം ഇടിയാൻ കാരണം. 2 ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ പുഴയിലെ താൽക്കാലിക മൺചിറകൾ പൊട്ടിയതും പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായി. പുഴയോരത്തെ കരിങ്കൽ കെട്ട് ഉൾപ്പെടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും പുഴയിലേക്ക് പതിക്കുമെന്ന നിലയിലാണ്. പുഴയുടെ വീതി കുറഞ്ഞതോടെ 30 മീറ്ററുള്ള പുഴ 20 മീറ്ററായാണ് ഒഴുകുന്നത്. ഇതുമൂലം സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുഴ ഗതിമാറി ഒഴുകുന്ന സ്ഥിതിയാണ്. പാലം പണിക്കായി പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ കാലവർഷം ശക്തി പ്രാപിച്ചാൽ പുഴയുടെ മേൽഭാഗത്ത് കരയിടിയുന്നതിനും പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും ഇടയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. മഴ കനത്തിട്ടും പുഴയിലെ മണ്ണ് മന്ദഗതിയിലാണ് നീക്കം ചെയ്തിരുന്നത്. പാലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണാണ് ഇപ്പോൾ നീക്കുന്നത്. പാലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ പുഴയിൽ കിടക്കുന്ന മണ്ണ് ടിപ്പറിൽ കൊണ്ടുപോയി മറ്റൊരിടത്ത് നിക്ഷേപിക്കുകയാണ്. എന്നാൽ ഈ മണ്ണ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണിക്ക് ഉപയോഗിക്കാവുന്നതെന്നാണ് പരിഷത്ത് പ്രവർത്തകർ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മുന്നിൽ കണ്ട് ശാസ്ത്രീയമായുള്ള പാലം പണിയല്ല കുണ്ടുകടവിൽ നടക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെങ്ങാലൂർ കർഷക കൂട്ടായ്മ ചെയർമാൻ കെ അനീഷ് കുമാർ, കൺവീനർ VA ലിൻഡോ എന്നിവർ പറഞ്ഞു. പുതുക്കാട് പഞ്ചായത്തിന്റെ ചെങ്ങാലൂർ കുണ്ടുകടവില് പാലം പണി നടക്കുന്ന സൈറ്റാണ്. ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്ത് പാലം പണി എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ തെളിവായി ഈ പാലം പണി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലവർഷത്തിന് മുമ്പേ തീർക്കേണ്ടുന്ന പണി തീർക്കാതെ ഈ കാലവർഷത്തിന് മുമ്പ് വണ്ടി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് അത് നീക്കം ചെയ്യാതെ ഈ മണ്ണ് നിൽക്കുന്ന ഇടം വരെ പുഴ പച്ചയായിട്ട് ഒഴുകുമ്പോൾ മണ്ണ് കൂട്ടിയിട്ട മണ്ണ് മുഴുവൻ കുത്തിയൊലിച്ച് പുഴ ചോന്നൊഴുകാണ്. CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണവും അലങ്കാര ചെടികൾ നടലും നടത്തി. മറ്റത്തൂർ പഞ്ചായത്തിലേക്ക് കടക്കുന്ന കുഴിക്കാണി പാലത്തിൽ നിന്ന് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും കാട് നിറഞ്ഞ് കാൽനട വഴിയാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും തടസ്സമായി നിന്നിരുന്നതും സൂചനാ ബോർഡുകൾ മറഞ്ഞു നിന്നതുമായ കാടുകൾ വെട്ടിവൃത്തിയാക്കി അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിച്ചു. ശുചീകരണ പരിപാടി CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, CPI മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി VS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി PR കണ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KV ഉണ്ണികൃഷ്ണൻ, KK സുബ്രൻ, റോയി കല്ലമ്പി, CPI മറ്റത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് ബാബു എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ എല്ലാ ജനങ്ങളും നിരത്തിൽ ഇറങ്ങണമെന്നും മറ്റത്തൂർ കുഴിക്കാണി റോഡിന്റെ ഇരുവശത്തേക്കും മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനു വേണ്ടി ഈ പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കണമെന്നും റോഡിന്റെ ഇരുവശത്ത് നിൽക്കുന്ന കാടുകൾ വെട്ടിവൃത്തിയാക്കുന്നതിനും കാനകൾ വൃത്തിയാക്കി കൃത്യമായി മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതി വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യത. മറാത്തവാടയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം. ചൊവ്വാഴ്ചയോടെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കാണ് സാധ്യത. മെയ് 30 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. സ്കൂൾ കോളേജ് ബുക്കുകൾക്കും ഗൈഡുകൾക്കും ഓഫീസ് സ്റ്റേഷനറികൾക്കുമായി കോടാലിയിൽ ബുക്ക് കഫേ പ്രവർത്തനം ആരംഭിച്ചു. കോടാലി CC ടവറിൽ ആരംഭിച്ച ബുക്ക് കഫേയുടെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി മേഖലാ പ്രസിഡന്റ് PG രഞ്ജിമോൻ, ജനറൽ സെക്രട്ടറി ഉമേഷ് ബാബു, പഞ്ചായത്ത് അംഗം KT ഹിതേഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ലെനീഷ് തത്വാറയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. കോടാലി CC ടവറിൽ നമ്മൾക്കൊരു പുതിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള ബുക്കുകളും അതുപോലെ PSC ടെസ്റ്റിനുള്ള ബുക്കുകൾ, CBC ICCS ഗൈഡുകൾ, പിന്നെ
കഥാബുക്കുകൾ, നോവലുകൾ, അങ്ങനെ എല്ലാ തരം ബുക്കുകളും ഇവിടെ ലഭിക്കുന്നത്. നോട്ട്ബുക്കുകൾ, കോളേജ്, സ്കൂൾ, ഓഫീസ് സ്റ്റേഷനറികൾ, എല്ലാ വിഭാഗത്തിലുമുള്ള പ്രൊജക്ട് ചാർട്ടുകൾ, യൂണിവേഴ്സിറ്റി ഗൈഡുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, CBSE, ICSE ഗൈഡുകൾ, PSC, KEM, നീറ്റ് തുടങ്ങി മത്സര പരീക്ഷകൾക്കുള്ള പ്രമുഖ പ്രസിദ്ധീകരണങ്ങൾ, നോവലുകൾ, കവിതകൾ, കഥാപുസ്തകം തുടങ്ങിയവ ബുക്ക് കഫേയിൽ ലഭ്യമാണ്. കൂടാതെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കും ഓഫീസുകൾക്കും ആവശ്യമായ എല്ലാവിധ ഐറ്റംസും ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 7 ദിവസം തെരഞ്ഞെടുത്ത കമ്പനിയുടെ 6 നോട്ട്ബുക്കിന് 4 നോട്ട്ബുക്ക് ഫ്രീ. സന്ദർശിക്കുക ബുക്ക് കഫേ, CC ടവർ, കോടാലി. വിളിക്കേണ്ട നമ്പർ 8129295071, 6238385071. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോർ പുതുക്കാട് ബസാർ റോഡിലെ കണ്ണത്ത് ബിൽഡിംഗിൽ ആരംഭിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് KM ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുറ്റിക്കാടൻ ആദ്യ വിൽപ്പന നടത്തി. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ജോജോ കുറ്റിക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, പുതുക്കാട് വനിതാ ബാങ്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, മുൻ ഭരണസമിതി അംഗം VK ബേലിക്കുട്ടി, മുൻ ബാങ്ക് സെക്രട്ടറി MK നാരായണൻ, ബാങ്ക് സെക്രട്ടറി KV അനിത എന്നിവർ പ്രസംഗിച്ചു. ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവിൽ പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോറിൽ ലഭ്യമാണ്. പ്രവർത്തന സമയം രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ. സ്ഥിരമായി ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ജനങ്ങൾ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഇന്ന് മരുന്നുകൾക്കെല്ലാം വലിയ വിലകളാണ് കമ്പനികളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ മരുന്നുകളൊക്കെ വരുന്നത്. ഈ രാജ്യത്ത് ഇന്ന് വളരെ വിലപിടിപ്പുള്ള മരുന്നുകൾ ഒക്കെ നമുക്ക് ഓരോ ചികിത്സയ്ക്കും വളരെയധികം ചിലവേറുന്ന ഈ സമയത്ത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ തൊട്ടപ്പുറത്ത് നമുക്കവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നല്ല രീതിയിൽ ആളുകളുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് പുളിക്കൻ ബിൽഡിങ്ങിൽ നമ്മുടെ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. മെഡിക്കൽ ഷോപ്പ് കൂടുതൽ സൗകര്യപ്രദമായി ബസാറോടേക്ക് മാറുകയാണ്. ബ്രാൻഡഡ് കമ്പനികളുടെ മരുന്നുകൾ മാത്രമാണ് ഇവിടെ വിറ്റുവരുന്നത്. അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ നയപ്രകാരം അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ VN സുധീരന്റെ അനുഗ്രഹാശിസ്സോടെ ആരംഭിച്ച നീതി മെഡിക്കൽ സ്റ്റോറാണ് പല സ്ഥലങ്ങളിലായി വന്നുപോയി ലാസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും അന്നത്തെ പോലെ തന്നെ പാർക്കിംഗ് സൗകര്യം കുറച്ച് കൂടുതൽ തന്നെയാണ് മുൻ സ്ഥലങ്ങളിൽ ഇരുന്നതിന് വിപരീതമായിട്ട്. അപ്പോൾ ഈ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ 50% കുറവ് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ആദ്യം ഉണ്ടായിരുന്ന കാര്യം പലർക്കും അറിയായിരുന്നു. നമ്മൾ അത് പല സാഹചര്യങ്ങൾ കൊണ്ടും നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകാത്ത ഒരവസ്ഥ വന്ന കാരണം നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്ന് വെച്ചാൽ വളരെയധികം ആൾക്കാർ ഇത് മരുന്ന് അന്വേഷിച്ചതിൻ്റെ അവർക്ക് ഉള്ളിലേക്ക് പോവുകയും തിരിഞ്ഞു പോവുകയും ഒരു അവസരം ഉണ്ടായിരുന്നു. അളഗപ്പ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഓഫീസ് ലീഡർ K കരുണാകരൻ സ്മാരക മന്ദിരം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഓഫീസ് ലീഡർ K കരുണാകരൻ സ്മാരക മന്ദിരം
കെ.പി. വിശ്വനാഥൻ സ്മാരക ഹാൾ അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനമാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിർവഹിച്ചത്. അളഗപ്പ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഓഫീസ് ലീഡർ കെ. കരുണാകരൻ സ്മാരക മന്ദിരവും കെ.പി. വിശ്വനാഥൻ ഹാളും സ്മാരക ഹാളും ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KM ബാബുരാജ് അധ്യക്ഷനായി. താക്കോൽദാനം മുൻ MLA MP വിൻസെന്റ് നിർവഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്, K. ഗോപാലകൃഷ്ണൻ, ഷിജു വെളിയത്ത്, കല്ലൂർ ബാബു, സെബി കൊടിയൻ, ആന്റണി കുറ്റുകാരൻ, അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, KL ജോസ്, സോമൻ മുത്രത്തിക്കര, ആന്റസ് കണ്ണമ്പുഴ, സുന്ദരി മോഹൻദാസ്, സന്തോഷ് ഐത്താടൻ എന്നിവർ പ്രസംഗിച്ചു. ഈ അവസരത്തിൽ KP വിശ്വനാഥനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ, അന്നത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ, സംസ്ഥാന നേതാക്കളൊക്കെ കൂടി ചേർന്ന് എറണാകുളത്ത് ചേർന്ന് അവരൊരു തീരുമാനം എഴുതി വെച്ചു. ആ തീരുമാനം ശിരസാ വഹിച്ചുകൊണ്ട് പിന്നീടുണ്ടായ ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ട് അവസാനം കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വെണ്ടൂരിൽ സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PL ആന്റണി അധ്യക്ഷത വഹിച്ചു. സ്റ്റാളിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് മാത്യു നിർവഹിച്ചു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ED ജോണി മുഖ്യപ്രഭാഷണം നടത്തി. P. രാജീവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു T. രാമദാസ്, പഞ്ചായത്ത് അംഗം പ്രിൻസൻ തയ്യാലക്കൽ, സംസ്ഥാന ട്രഷറർ PV തമ്പി, ജനറൽ കൺവീനർ ടിറ്റോ തരകൻ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് K. ജയദേവൻ, ആലപ്പുഴ ജില്ലാ ട്രഷറർ ഡേവിഡ് ജോൺ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ എമർജൻസി സർവീസാണ് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം. കാരണം ഇന്ന് ആരോഗ്യവകുപ്പിൽ പോലും ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എമർജൻസിയായി കരണ്ട് പോയാൽ നമ്മുടെ സേവനം ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം പോലും നടക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ ഏജൻസി ഞങ്ങൾ പത്തരം ഏജന്റുമാരുടെ അസോസിയേഷൻ ഞങ്ങൾ പറയും കേരളത്തിൽ വളരെയധികം ആളുകൾ. കോടാലി ശ്രീ ഗുരുദേവ കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു. ശ്രീ ഗുരു നാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് സത്യൻ എരിമൽ അധ്യക്ഷനായി. സെക്രട്ടറി സുന്ദരൻ മൂത്തമ്പാടൻ, ട്രഷറർ ചക്രപാണി, ശ്രീനിവാസൻ മൂത്തമ്പാടൻ, മുരളീധരൻ വെട്ടിയാട്ടിൽ, SN ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി വിജയൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, ചക്രപാണി ശാന്തികൾ, അരവിന്ദൻ പീണിക്കൽ, ഡോക്ടർ അമൽ E. രാജൻ, വിനയൻ തൊഴുത്തുംപറമ്പിൽ എന്നിവരെ ആദരിച്ചു. നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. പുതിയ ഭാരവാഹികളായി സത്യൻ എരിമേൽ പ്രസിഡന്റ്, സുന്ദരൻ മൂത്തമ്പാടൻ സെക്രട്ടറി, ചക്രപാണി ശാന്തികൾ ട്രഷറർ, ശ്രീനിവാസൻ മൂത്തമ്പാടൻ വൈസ് പ്രസിഡന്റ്, മുരളീധരൻ വെട്ടിയാട്ടിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള കർഷക സംഘം നടത്തുന്ന സമരത്തിന്റെ പ്രചരണ വാഹന ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. ടി എ രാമകൃഷ്ണൻ അധ്യക്ഷനായി. ക്യാപ്റ്റൻ പി ജയരാജൻ, മാനേജർ വത്സൻ പനോളി, കെ ജെ ജോസഫ്, എം ആർ രഞ്ജിത്ത്, സി എം ബബീഷ് എന്നിവർ പ്രസംഗിച്ചു. മെയ് 30, 31 തീയതികളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലാണ് സമരം. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസിന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കേരള സിറ്റിസൺ ഫോറം പുതുക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. PK പോൾ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KK വിദ്യാധരൻ, സെക്രട്ടറി KR രാജേന്ദ്രൻ, കോർഡിനേറ്റർ ഡോക്ടർ മാർട്ടിൻ P. പോൾ, PG മോഹനൻ, CM മധു, CV മുഹമ്മദ് അലി, PR വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ആശസമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ സന്നദ്ധമാകണമെന്നും വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് മലയോര ജനതയെ സംരക്ഷിക്കാനും തെരുവു നായ്ക്കളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം ഭാരവാഹികളായി PK പോൾ പ്രസിഡന്റ്, PR വിജയകുമാർ സെക്രട്ടറി, PC രവി വൈസ് പ്രസിഡന്റ്, KC കാർത്തികേയൻ ജോയിന്റ് സെക്രട്ടറി, PG മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരെ തെരഞ്ഞെടുത്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായി. അക്കാദമിയുടെ KT മുഹമ്മദ് തിയേറ്ററിൽ 5 ദിവസങ്ങളിലായി 10 നാടകങ്ങളാണ് അരങ്ങേറുന്നത്. എല്ലാ ദിവസവും രാവിലെ 10:30 വൈകിട്ട് 6 2 നാടകങ്ങൾ എന്ന ക്രമത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്.
നാടക മത്സരത്തിന്റെ ഉദ്ഘാടനം സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിച്ചു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി അധ്യക്ഷനായിരുന്നു. നിർവാഹക സമിതി അംഗം സഹീർ അലി, പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആദ്യ നാടകമായി കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് എന്ന നാടകം അരങ്ങേറി. പ്രദീപ് കുമാർ കാവുന്തറ രചന നിർവഹിച്ച നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് രാജീവൻ മമ്മിളിയാണ്. നാടക മത്സരം ഈ മാസം 30-ന് സമാപിക്കും. ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കാൻ ചേർന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, കോർഡിനേറ്റർ PC വിദ്യ എന്നിവർ പ്രസംഗിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. പന്തല്ലൂർ സർവീശ്വരമംഗലം ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ബുധനാഴ്ച നടത്തും. രാവിലെ 5-ന് ഗണപതി ഹോമം, 6-ന് ഉഷപൂജ, 7-ന് ദ്രവ്യകലശാഭിഷേകം, 8-ന് വലിയപാണി ബ്രഹ്മകലശാഭിഷേകം, 9-ന് അവസൂത്ര പോഷണം, നവകം, പഞ്ചഗവ്യം, 9:30-ന് ശ്രീഭൂതബലി എന്നിവയാണ് ചടങ്ങുകൾ. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾക്കൊപ്പം പകർപ്പ് സഹിതം മെയ് 30-ന് രാവിലെ 10-ന് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 9249244738. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസിലും LP വിഭാഗത്തിൽ 2 അധ്യാപകരുടെ ഒഴിവും ജൂനിയർ അറബി LP വിഭാഗത്തിൽ 1 ഒഴിവുമുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ മെയ് 30-ന് രാവിലെ 11-ന് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9895460788. മുപ്ലിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഹിന്ദി, HST സംസ്കൃതം, UPST, FTM ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം മെയ് 29-ന് രാവിലെ 10:30-ന് സ്കൂളിൽ എത്തിച്ചേരണം. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, ഹിന്ദി, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ മെയ് 28-ന് രാവിലെ 10-ന് സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളുമായി ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ ഓഫീസിൽ ഹാജരാവുക. ഫോൺ നമ്പർ 048027803000. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. ചെങ്ങാലൂർ കുണ്ടുക്കടവ് പോന്നൂര് പൂണത്ത് ജോർജ് അന്തരിച്ചു. 79 വയസ്സ്. സംസ്കാരം നടത്തി. ആൻഡു, സോജ, സനിത എന്നിവർ മക്കളും ഷെല്ലി, ഷാജു, വർഗീസ് എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ നായരങ്ങാടി അടാട്ട് ഭാസ്കരൻ നായർ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിലും കാറ്റിലും മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. മാങ്കുറ്റിപ്പാടം ശാന്തി നഗറിൽ മിന്നൽ ചുഴലി. അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ടായിട്ടും മണലിപ്പുഴയിൽ പുലക്കാട്ടുകര ഷട്ടറുകൾ തുറക്കാൻ വേണ്ട നടപടി ഇറിഗേഷൻ വകുപ്പ് സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം. പുതുക്കാട് സർവീസ് റോഡിൽ അപകട ഭീഷണിയായി പരസ്യബോർഡ്. കൂറ്റൻ പരസ്യബോർഡ് വൈദ്യുതി ലൈനിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നു. കുറുമാലിപ്പുഴയിലെ കുണ്ടുക്കടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു. പാലം പണിയുടെ ഭാഗമായി പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തതിനാൽ പുഴ കരകവിഞ്ഞൊഴുകുന്നു.
അളഗപ്പ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് കോൺഗ്രസ് INTUC ഓഫീസ്, ലീഡർ കെ കരുണാകരൻ സ്മാരക മന്ദിരം, KP വിശ്വനാഥൻ സ്മാരക ഹാൾ, അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കുമായി സമർപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വെണ്ടൂരിൽ സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.